PMC പദ്ധതി കാവ്യവൽക്കരണം ഉദ്ദേശിച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വേണ്ട എന്ന നിലപാട് ആദ്യമേ തന്നെ LDF സർക്കാർ സ്വീകരിച്ചു. വാശിയായി കേന്ദ്ര ഗവൺമെൻറ്റിന്. ആ വാശിയുടെ ഫലമായിട്ട് എന്ത് ചെയ്തു? എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറാണല്ലോ. PMC പദ്ധതി വേണ്ടാന്ന് വെച്ചാൽ PMC പദ്ധതി വേണ്ടാന്ന് വെക്കേണ്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാശ് കേരളത്തിന് ആവശ്യമില്ല. എന്നാൽ പൊതുവായി വിദ്യാഭ്യാസ രംഗത്ത് നൽകേണ്ട പണമുണ്ട്. അത് വലിയ സംഖ്യയാണ്, വൻതുകയാണ്. SSK ഫണ്ട് ആ ഭാഗം തടഞ്ഞു വെച്ചു. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള വിഭവശേഷിയില്ല എന്നുള്ളത് കൊണ്ട് വല്ലാത്ത സാമ്പത്തിക ഞെരുക്കം. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അതിനൊക്കെ തടസ്സം വരുമെന്ന നില. ഇത് ഒഴിവാക്കി കിട്ടണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കേണ്ടതാണ്. അവരംഗീകരിക്കാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിൽ ഈ പറയുന്ന PMCയുടെ കാര്യത്തിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ടാൽ ഈ പണം റിലീസ് ചെയ്യുമെന്നൊരു നില വന്നു. അങ്ങനെ ഒരു ധാരണാപത്രം ഒപ്പിടുന്ന നിലയിലേക്ക് പോയി. പക്ഷേ LDF അതിനെക്കുറിച്ച് ആലോചിച്ചു. PMCയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും നമ്മൾ ബന്ധപ്പെടേണ്ടതില്ല, അത് തുറ നടപടി സ്വീകരിക്കേണ്ടതില്ല. ഗവൺമെൻറ് തീരുമാനമെടുത്തു. ഈ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കുന്നു. അത് കേന്ദ്രത്തിൽ പോയി വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദപ്പെട്ടവരെല്ലാം കണ്ടറിയിച്ചു. കേരള ഗവൺമെൻറ് നേരിട്ട് കത്തുമറി അയച്ചു. അതോടെ PMC പദ്ധതി വേണ്ടതില്ല എന്ന നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു. PMC പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി ഒരു കാര്യവും സംഭവിച്ചില്ല. അപ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പലരും വലിയ തോതിലുള്ള വീരവാദങ്ങൾ മുടക്കിയിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC അറബിക്കടലെറിയും എന്നെല്ലാമുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. PMC വേണ്ടതില്ല എന്ന പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അത് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറിയപ്പോൾ ഇവരുടെ എല്ലാം സ്വരം മാറുന്നു. അയ്യോ, ഒരു രക്ഷയില്ല, LDF ഇങ്ങനെയൊരു ധാരണാപത്രം ഒപ്പിട്ട് കളഞ്ഞു, അതുകൊണ്ട് നടപ്പാക്കലല്ലാതെ വേറെ മാർഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എങ്ങനെയാണ് ആ നുണ കൃത്യമായി പൊളിഞ്ഞത്? നമ്മുടെ അബ്ദുൽ വഹാബും ജബി മേത്തറും പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോഴതാ മണിയായി കേന്ദ്ര ഗവൺമെൻറ് ഉത്തരം വരുന്നു. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പൈസയും കേരളത്തിന് ഇതേവരെ നൽകിയിട്ടില്ല. PMC പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്ന് കേരള ഗവൺമെൻറ് അറിയിച്ചതാണ്. PMC പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടാൽ ഏത് ഘട്ടത്തിലും അതിൽ നിന്ന് പിൻവാങ്ങാം. PMC പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അറിയിച്ചാൽ മാത്രമേ PMC പദ്ധതി നടപ്പാക്കാനാവൂ. അങ്ങനെ ഒരു നടപടിയും കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ PMC പദ്ധതി നടപ്പാക്കുന്നില്ല. ഏത് ഘട്ടത്തിലും ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന ഗവൺമെൻറ് അവകാശമുണ്ട്. നല്ല മുഖത്തടിയേറ്റ വലിയ മാറിയോ? ഇത്രയും വ്യക്തത വന്നിട്ടും ഞങ്ങൾ PMC പദ്ധതി നടപ്പാക്കാനില്ല എന്ന് ഇതേവരെ പറഞ്ഞോ? PMC പദ്ധതി വേണ്ട എന്ന നിലപാടാണല്ലോ LDF ആത്യന്തികമായി സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? അവിടെ നേരത്തെ കണ്ട
RSS പ്രീണനമില്ലേ? RSSനെ പ്രീണിപ്പിക്കുന്ന സമീപനം വരികയല്ലേ? എന്താണ് RSSനെ പ്രീണിപ്പിക്കാൻ ഇത്ര താല്പര്യം? ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം ഉന്നത വിദ്യാഭ്യാസ മേഖല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടെ ഇടപെടലുകൾ പല ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്, നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടുന്ന ഘട്ടങ്ങളിലെല്ലാം LDF അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് ശക്തമായ പ്രതികരണം LDF ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുമായിരുന്നു. അതിൻ്റെ ഭാഗമായി ഗവർണറും സംസ്ഥാന സർക്കാരും ഏറ്റുമുട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിത്രീകരിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. അത് അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഫെഡറൽ അവകാശങ്ങളുണ്ട്. ആ ഫെഡറൽ അവകാശങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരത്തിൽ അനാവശ്യമായി കൈകടത്തിയാൽ അതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. അത് മതനിരപേക്ഷതയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൂടി നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടാണ് കേരളം LDF ഗവൺമെൻറ് കാലത്ത് സ്വീകരിച്ചത്. ഇപ്പോഴങ്ങനെ കഴിയുന്നുണ്ടോ? ഞാൻ സമയദൈർഘ്യം കൊണ്ട് വല്ലാതെ നീട്ടിപ്പറയുന്നില്ല. ചില ഉദാഹരണങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഗാന്ധിജി യൂണിവേഴ്സിറ്റി, അവിടെ ഒരു വൈസ് ചാൻസലറെ കൊണ്ടുവന്നു. വൈസ് ചാൻസലറെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ എന്താണ് യോഗ്യത? RSS താല്പര്യം. അപ്പോൾ RSS ആഭിമുഖ്യം, RSS താല്പര്യം, അതിന് മാത്രം പരിഗണന വരുന്നു.